ഹായ് ഫ്രണ്ട്സ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിടിലൻ ബീഫ് റെസിപ്പി ആയാലോ. സ്റ്റാർട്ടേഴ്സായോ മെയിൻ കോഴ്സിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ബീഫ് ഡ്രൈ ഫ്രൈ അല്ലെങ്കിൽ PDF എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി എല്ലില്ലാത്ത വലിയ പീസുകളാണ് വേണ്ടത്. ഇവ നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം മസാല ചേർത്ത് വേവിച്ചെടുക്കാം. ബീഫിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, അല്പം വെള്ളം ചേർത്ത് ഇളക്കിയതിനു ശേഷം ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. വെള്ളം കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല, ആ വെള്ളം നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. ഞാൻ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും 6 വിസിൽ ലോ ഫ്ലെയിമിലും ഇട്ടാണ് കുക്ക് ചെയ്യുന്നത്. ബീഫ് വെന്ത് വരുമ്പോഴേക്കും അത് കോട്ടിംഗ് ചെയ്യാൻ ആവശ്യമായ ബാറ്റർ റെഡിയാക്കാം. ഒരു ബൗളിലേക്ക് 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 3 സ്പൂൺ കോൺഫ്ലോർ, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, കുറച്ച് വലിയ ജീരകം പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ ഗരം മസാലയും അല്പം വിനാഗിരിയും ചേർത്ത് ഇളക്കിയതിനു ശേഷം വേവിച്ച് വെച്ച ബീഫിലെ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്തതിനു ശേഷം വേവിച്ച് വെച്ച ബീഫ് കട്ട് ചെയ്തെടുക്കാം. ഓരോ പീസും നീളത്തിൽ അല്പം കനം കുറച്ചാണ് കട്ട് ചെയ്യേണ്ടത്. കട്ട് ചെയ്യുമ്പോൾ കഷ്ണങ്ങൾ ഉടഞ്ഞു പോവാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത കഷ്ണങ്ങളെല്ലാം നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിൽ ചേർത്ത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് വരുമ്പോൾ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്തത്. അത്ര കളർ ആവശ്യമില്ല എങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്താലും മതി. ഇനി ഫ്രൈ ചെയ്യാനായി ഒരു ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ബീഫിൻ്റെ ഓരോ പീസും സെപ്പറേറ്റ് ആയി ഇട്ട് കൊടുക്കാം. പീസുകൾ ഒട്ടിച്ചേർന്നിരിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതെല്ലാം തിരിച്ചു മറിച്ചിട്ട് വേവിച്ച് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ അടുത്ത റൗണ്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടെ വറുത്ത് കോരി ഫ്രൈ ചെയ്തു വെച്ച ബീഫിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ അടിപൊളി ബീഫ് ഡ്രൈ ഫ്രൈ റെഡി. ഒരിക്കൽ കഴിച്ചു നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നുന്ന ഒരു ഐറ്റമാണിത്. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുതേ. കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ.